മുഖ്യമന്ത്രിയുടെയും വൈദ്യുതി മന്ത്രിയുടെയും വാക്കുകളിലൂടെ വീണ്ടും സജീവമായ അതിരപ്പള്ളി വിഷയം. ഒരുപക്ഷെ ഈ പദ്ധതി ഈ LDF സർക്കാരിന് മുന്നിൽ വലിയൊരു കടമ്പയായി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് പരിസ്ഥിതിക്ക് വലിയ ആഘാതമുണ്ടാകുമെന്ന തരത്തിലുള്ള വാദങ്ങൾ നടക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ പാലിച്ചുകൊണ്ട് തന്നെ പദ്ധതി നടപ്പാക്കാനാകുമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി അടക്കം സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ വിഷയം സജീവമായി ചർച്ചയാകുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും ഈ വിഷയം തന്നെയാണ്. അതിരപ്പള്ളി പദ്ധതി, അതിൻ്റെ സാധ്യതകൾ, സാഹചര്യങ്ങൾ. ഓക്കെ, ഇതിൽ നമ്മളൊപ്പം ചർച്ചയിൽ പങ്കുചേരാനായി ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്ന് തത്സമയം ശ്രീ CP നാരായണൻ സാർ ചേരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് സ്റ്റുഡിയോകളിൽ നിന്നും നമുക്ക് ഗസ്റ്റുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ MG സുരേഷ് കുമാർ, KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും ജോയിൻ ചെയ്യുന്നുണ്ട്. കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും മോഹൻദാസ് M, ചാലക്കുടി റിവർ പ്രൊട്ടസ്റ്റ് ഫോറം പ്രസിഡന്റാണ്, അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ MP ആയ മുൻ മന്ത്രിയും കൂടിയായ ശ്രീ NK പ്രേമചന്ദ്രൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരും. മിനിസ്റ്റർ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നതാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു സാഹചര്യങ്ങളെക്കുറിച്ച്, ഒരുപക്ഷെ ഒരു ഭാഗത്ത് വലിയൊരു പ്രതീക്ഷയോടെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ ശ്രീ CP നാരായണൻ, കാലാകാലങ്ങളായി നിരവധി കാരണങ്ങളാൽ ഒരുപക്ഷെ നിയമത്തിൻ്റെ നൂലാമാലകൾ ഒരു ഭാഗത്തുണ്ട്, അത്തരം ഒരുപാട് തടസ്സങ്ങളുണ്ട്, പരിസ്ഥിതിവാദികളുടെ ഒരു വലിയൊരു ആശങ്ക, ഒരുപക്ഷെ ജനങ്ങളുടെ ആശങ്കയായൊക്കെ സൂചിപ്പിക്കപ്പെടുന്ന വലിയൊരു ആശങ്കയും ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഈ വിഷയം വീണ്ടും സർക്കാരിന് മുന്നിലേക്ക്, LDF സർക്കാരിന് മുന്നിലേക്ക് ഒരു പ്രധാന പദ്ധതിയായി ചർച്ചയായി എത്തുന്നത്. ഇതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് പൊതുവിൽ ഇപ്പോൾ? അല്ല, ഇത് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. ഏതാണ്ട് 20 വർഷം മുമ്പ് അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് ഇതിന് കേന്ദ്ര അംഗീകാരം കിട്ടിയിരുന്നു. പിന്നെ അത് നിഷേധിക്കപ്പെട്ടു, വീണ്ടും അത് നൽകപ്പെട്ടു. 2008-ലോ 2009-ലോ ആണ് എന്നെൻ്റെ ഓർമ്മ. ജയറാം രമേശ് പരിസ്ഥിതി മന്ത്രിയായിരുന്നപ്പോൾ ഇതിന് അനുമതി നിഷേധിച്ചു. വീണ്ടും അത് റീഓപ്പൺ ചെയ്തു. അപ്പം അങ്ങനെ ഇത് നടപ്പാക്കാമെന്നുള്ള സ്ഥിതി ഉള്ളതുകൊണ്ടാണ്, അതിനുള്ള അംഗീകാരം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഇത് നടപ്പാക്കുന്നതിനെ പറ്റി പറഞ്ഞത്. ഇത് നടപ്പാക്കാൻ പാടില്ല എന്നുള്ള നിഷേധം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി അത് നടപ്പാക്കാമെന്ന് പറയില്ല. അപ്പോൾ ഇത് നടപ്പാക്കാമെന്ന് പറഞ്ഞ ഒരു സ്ഥിതിയുണ്ട്, ആ സ്ഥിതിയിൽ ഇത് നടപ്പാക്കാൻ പോകുന്നു. ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത, ഈ പലരും ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഈ നദിയുടെ, ചാലക്കുടി പുഴയുടെ വളരെ മുകളിൽ പെരിങ്ങൽകുത്തിൽ ഏതാണ്ട് 40 വർഷമോ 50 വർഷമോ മുമ്പേ ഒരു പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഡാം കെട്ടിയിട്ടുണ്ട്. അത് കുറേ കൂടി ഉളുതൂർന്ന വനത്തിലായിരുന്നു ആ കാലത്ത്. അവിടെ ഡാം കെട്ടി, അവിടുന്ന് വെള്ളം വരുന്നുണ്ട്. അതിൽ നിന്ന് താഴേക്ക് ഒലിച്ചു വരുന്ന വെള്ളം വീണ്ടും അതിരപ്പള്ളിയിൽ ആ വെള്ളം തടഞ്ഞു നിർത്തിയാൽ അതിന് വീണ്ടും ഒരു ടണലിലൂടെ അയച്ചാൽ വീണ്ടും നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള എഞ്ചിനീയർമാരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നത് തന്നെ. അപ്പോൾ പക്ഷേ അതിരപ്പള്ളിയിലെ ചില തടസ്സങ്ങൾ പറയുണ്ടായി. അതിനടിസ്ഥാനത്തിൽ അതിന് അംഗീകാരം നൽകുകയും പിന്നെ നിഷേധിക്കുകയും ആ ഒരു സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ അതിന് വീണ്ടും അംഗീകാരമാകാമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ LDF ഗവൺമെൻറ് അത് വീണ്ടും നടത്തുന്നതിനെപ്പറ്റി പുനരാലോചന നടത്തുന്നത്. അത് വൈദ്യുതി മന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ്, പുതിയ വ്യവസ്ഥകളല്ല, നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി അത് നടപ്പാക്കാമെങ്കിൽ നടപ്പാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വ്യവസ്ഥകൾ അതിന് തടസ്സമാണെങ്കിൽ അത് നടപ്പാക്കാൻ കഴിയില്ല. അപ്പോൾ അത് പരിശോധിച്ചിട്ട് മതിയല്ലോ. ഇപ്പോൾ അതിന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമൊക്കെ അംഗീകാരം, എനിക്ക് തോന്നുന്നത് NDA ഗവൺമെൻറ് വന്ന ശേഷമാണ് ആ അംഗീകാരം കൊടുത്തതെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെപ്പറ്റി തർക്കം ഉണ്ടെങ്കിൽ ഉന്നയിക്കാം. ആ തർക്കം നീക്കിയിട്ടാണ് ഇത് നടപ്പാക്കാൻ കഴിയുക. ഒരു കാര്യം കൂടി എനിക്ക് ചേർത്ത് പറയാനുള്ളത്, കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള ജലവൈദ്യുത പദ്ധതിയെപ്പറ്റി ആഗോളതലത്തിൽ തന്നെ ഒരു പുനരാലോചന വന്നിട്ടുണ്ട്. എന്താ കാരണം? മുമ്പ് കാട് നശിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഇതിന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജലവൈദ്യുത പദ്ധതിക്ക് ബദലായിട്ടുള്ളത് തെർമൽ പദ്ധതിയാണ്. കൽക്കരിയോ ഗ്യാസോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അതെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കും.
അത് ഒരു അന്തരീക്ഷത്തിൽ വന്നാൽ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ദോഷഫലങ്ങൾ കുറെ കൂടി തീവ്രമാക്കും എന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കണം. അങ്ങനെ വരുമ്പോൾ ബദലായിട്ടുള്ളത് ഇന്ന് പ്രായോഗികമായിട്ടുള്ളത് ജലവൈദ്യുത പദ്ധതിയാണ്. നാളെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ വൻതോതിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ നമുക്ക് സൗരോർജ്ജം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഇന്ന് അത് വ്യാപകമായ തോതിൽ കഴിയില്ല. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെൻറ് തലത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വെള്ളം ഒഴുകുന്ന ഒരു നദി എന്ന് പറയാവുന്നത് ബ്രഹ്മപുത്രയാണ്. ആ ബ്രഹ്മപുത്രയിൽ വളരെ കുറച്ച് ജലവൈദ്യുത പദ്ധതികളുള്ളൂ. ചൈന അതിൻ്റെ മേലെ ഇന്ത്യയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു വലിയ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. നമുക്ക് തന്നെ 10,000-ഓ 15,000-ഓ മെഗാവാട്ട് വൈദ്യുതി ബ്രഹ്മപുത്രയുടെ പല തലങ്ങളിലായിട്ട് അരുണാചൽ പ്രദേശിലും ആസാമിലും ഒക്കെ ആയിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. അതിലേക്കൊക്കെ ശ്രദ്ധ ഇപ്പോൾ പതിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ സാഹചര്യത്തിൽ. അതുകൂടി വെച്ച് നമ്മൾ ഇപ്പോൾ അതിരപ്പള്ളി പദ്ധതിയായാലും അതുപോലുള്ള മറ്റു ജലവൈദ്യുത പദ്ധതിയായാലും നമ്മൾ അതിനെപ്പറ്റി പരിഗണിക്കേണ്ടതുണ്ട്, നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട്. കാലിക്കറ്റിൽ നിന്നും ശ്രീ MG സുരേഷ് കുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേഷ് കുമാർ, ഇവിടെ സൂചിപ്പിച്ച ഒരു സുപ്രധാനമായ വിഷയമുണ്ട്. ശ്രീ CP നാരായണൻ, പ്രത്യേകിച്ച് നമുക്ക് ജലവൈദ്യുത പദ്ധതികൾ ഉപയോഗപ്പെടുത്താനുള്ളൊരു സാധ്യതയെ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം വിനിയോഗിക്കുന്നുണ്ട് എന്ന ഒരു പരിശോധനയിൽ കൂടി ആയിരിക്കും ഒരുപക്ഷെ അതിരപ്പള്ളിയുടെ ഒരു ഭാവിയും എത്തി നിൽക്കുന്നത്. ഇതുവരെ ഈ നിരവധിയായ നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ കൂടി കടന്നുപോയ ഒരു സാഹചര്യമൊക്കെ അതിനെ ബന്ധപ്പെടുത്തി വേണം. പ്രത്യേകിച്ച് ഇവിടെ ശ്രീ CP നാരായണൻ സൂചിപ്പിച്ച പോലെ ബ്രഹ്മപുത്രയിലെ പോലും ഒക്കെ നമ്മൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തി എന്നതിൻ്റെയൊക്കെ ഒരു ഘട്ടം കൂടിയാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ നിരവധിയായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് വനനശീകരണം അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും അതിനുമപ്പുറത്തേക്ക് തെർമൽ പവർ ഉപയോഗപ്പെടുത്താതെ തന്നെ നമുക്ക് എങ്ങനെ ഇത്തരം പദ്ധതികൾ പരിസ്ഥിതി സൗഹാർദ്ദപരമായി തന്നെ ഉപയോഗപ്പെടുത്താം എന്ന സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ അതിന് സാധ്യതകളിലേക്ക് കൂടിയല്ലേ നമ്മൾ പോകേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ? പ്രത്യേകിച്ച് കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ തന്നെയും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന, ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ശ്രീ സുരേഷ് കുമാർ. ഒന്ന്, നേരത്തെ CP പറഞ്ഞതുപോലെ 4ാമത്തെ തവണയാണ് ഈ പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി കിട്ടുന്നത്. 1998 ആദ്യം ഇതിന് പരിസ്ഥിതി അനുമതി കിട്ടുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാദങ്ങളുണ്ടായി, ഇതിനെതിരായി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഉണ്ടായി. തുടർന്ന് വീണ്ടും 2005 നടന്നതിന് ശേഷം വീണ്ടും 2008, അതിനുശേഷം 2015, ഇങ്ങനെ 4 തവണ വിവിധങ്ങളായ സമിതികൾ പരിശോധിച്ചതിന് ശേഷം ആണ് ഈ പദ്ധതിക്ക് അനുമതി കിട്ടുന്നത്. വിവിധങ്ങളായ സമിതികൾ എന്ന് പറഞ്ഞാൽ ഇത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ, അതുപോലെ തന്നെ റിവർ വാഡി എക്സ്പേർട്ട് കമ്മിറ്റി, അതുപോലെ തന്നെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ്, അതുകൂടാതെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി തുടങ്ങി നിരവധി ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ ഉന്നയിക്കുന്ന മുഴുവൻ വാദങ്ങളും പലവട്ടം ചർച്ച ചെയ്ത് കോടതിയിലടക്കം ചർച്ച ചെയ്തതിന് ശേഷം വീണ്ടും തുടർച്ചയായി 4ാം തവണ അനുമതി കിട്ടുന്ന ഒരു പദ്ധതിയാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി. അല്ലാതെ ഒറ്റയടിക്ക് ഒരു ദിവസം KSEB നടപ്പാക്കാൻ തീരുമാനിക്കുന്ന പദ്ധതിയല്ല. ആ അർത്ഥത്തിൽ കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന, പരിസ്ഥിതി സൗഹാർദ്ദപരമായി നടപ്പാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന നിലയിൽ കൂടിയാണ് ഇപ്പം ഈ പദ്ധതിയെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിന് വേണ്ടി ഏതൊക്കെ പദ്ധതികൾ നടപ്പാക്കണം എന്നതിനെ സംബന്ധിച്ച് സർക്കാർ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള സ്രോതസ്സുകൾ എന്തൊക്കെ? നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് ജലവൈദ്യുതി തന്നെയാണ്. നമ്മുടെ ഇവിടെ കൽക്കരി നമുക്ക് സ്വന്തമായിട്ടില്ല, മറ്റ് ഇന്ധനങ്ങൾ നമുക്ക് സ്വന്തമായിട്ടില്ല. നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് ജലമാണ്. ആ സ്രോതസ് ഏറ്റവും ഫലപ്രദമായി പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രൂപത്തിൽ ഉപയോഗിക്കുക എന്നതാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ പദ്ധതി 163 മെഗാവാട്ടിന്റെ പദ്ധതിയാണ്. ഈ പദ്ധതിക്ക് ആകെ വേണ്ട ഭൂമി, വനഭൂമിയല്ല, ആകെ വേണ്ട ഭൂമി എന്ന് പറയുന്നത് 140 ഹെക്ടറാണ്. അതിൽ തന്നെ സമ്മർജന്റ് ആകുന്ന ഭൂമി എന്ന് പറയുന്നത് 104 ഹെക്ടറാണ്. ഈ 104 ഹെക്ടറിൽ വനമെന്ന് പറയാവുന്ന ഭൂമി 28 ഹെക്ടറാണ്. 28 ഹെക്ടർ കൊണ്ട് 163 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ പദ്ധതിയും, സോളാർ പദ്ധതി പോലും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത.
ആ വസ്തുത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഏറ്റവും പരിസ്ഥിതി സൗഹാർദ്ദപരമായി നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതി എന്ന നിലയ്ക്ക്, പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാൻ കഴിയാത്ത പദ്ധതി എന്ന നിലയ്ക്ക് വെള്ളച്ചാട്ടം നിലനിർത്തിക്കൊണ്ട്, ആ പ്രദേശത്തെ ജൈവവൈവിധ്യം നിലനിർത്തിക്കൊണ്ട്, ആ പ്രദേശത്തിന്റെ പൊതുവായ വികസനത്തിന് സഹായകരമായ രൂപത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കണം എന്ന നിലപാട് ശ്രീ മോഹൻദാസ് കൂടി ചെയ്യുന്നുണ്ട്. ശ്രീ മോഹൻദാസ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെയും മുഖ്യമന്ത്രി ആയാലും മിനിസ്റ്റർ കടകംപള്ളി ആയാലും ഒക്കെ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞത് പരിസ്ഥിതിയുടെ ആ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ പദ്ധതി നടപ്പാക്കുന്നതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചാണ്. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളെ ബാധിക്കാത്ത തരത്തിൽ, നീരൊഴുക്കിനെ പോലും ബാധിക്കാത്ത തരത്തിൽ പദ്ധതി നടപ്പാക്കാം എന്ന് ഉറപ്പു നൽകുമ്പോൾ മറ്റ് വാദങ്ങൾ, ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നേക്കാവുന്ന മറ്റു വാദങ്ങളിൽ തൂങ്ങി നമ്മൾ അതിന് പുറകെ പോകുന്നതിനകത്ത് ചില പ്രശ്നങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ അതിരപ്പള്ളി പദ്ധതിയുടെ സാധ്യതകൾ ആയിരിക്കില്ലേ നമ്മൾ മുൻപിൽ കാണേണ്ടത്? ശ്രീ മോഹൻദാസ്. ഞാൻ ആദ്യമായി ഒരു സന്തോഷം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്, ഒരല്പം ആശ്വാസവും. കാരണം ഈ പദ്ധതിയെക്കുറിച്ച് വളരെ വേണ്ടുവിചാരത്തോടു കൂടിയുള്ള ചർച്ച, തുറന്ന ചർച്ച നടത്തിയതിന് ശേഷം മാത്രമേ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് നേരത്തെ വൈദ്യുതി മന്ത്രി തന്നെ രണ്ടാമത് കൂട്ടിച്ചേർക്കുകയുണ്ടായി ആദ്യത്തെ ഘട്ടത്തിന് ശേഷം. പ്രത്യേകിച്ചും VS-ൻ്റെയും കാനനായന്തിൻ്റെയും CPIയുടെയും നയം വന്നതിന് ശേഷമുള്ള സമയത്ത് ഇതിലൊരു ചർച്ച, തുറന്ന ചർച്ച ഉണ്ടാവുന്നുള്ളത്. ഞാൻ ആ ചർച്ചയെ വളരെയധികം പൂർണ്ണമായ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയാണ്, അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ്. കാരണം പൂർണ്ണമായ മനസ്സോടുകൂടി, തുറന്ന മനസ്സോടുകൂടിയുള്ളൊരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഈ പദ്ധതി എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നുവെന്നും ഈ പദ്ധതി എന്തുകൊണ്ട് വിജയിക്കുകയില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും. അതിനുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്, കൃത്യമായ കണക്കുകളും നമ്മളുടെ കയ്യിലുണ്ട്. അതിനൊപ്പം തന്നെ നേരത്തെ ഈ മറ്റേ KCB ഓഫീസർ അസോസിയേഷൻ്റെ പ്രദീപ് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാൻ ഉദ്ദേശിക്കുകയാണ്. 4 വട്ടം ഇതിന് അനുമതി കിട്ടിയെന്നാണ് പറയുന്നത്. എന്തിനാണ് നല്ലൊരു കാര്യമാണെങ്കിൽ 4 വട്ടം അനുമതി വാങ്ങേണ്ടി വരുന്നത്? 3 വട്ടവും അനുമതി വാങ്ങിയത് ഒന്നുകിൽ തെറ്റായ രീതിയിലാണ്, അല്ലെങ്കിൽ തെറ്റായ കണക്കുകൾ കാണിച്ചാണ്, അല്ലെങ്കിൽ ശരിയായ നടപടിക്രമം പാലിക്കാതെയാണ്. ഇതുകൊണ്ടാണ് 2 വട്ടം ഹൈക്കോടതി ഇത് അനുമതി റദ്ദാക്കിയതും തള്ളിക്കളഞ്ഞതും. 2 വട്ടം കഴിഞ്ഞപ്പോഴാണ് നടപടിക്രമം പാലിക്കണം എന്നുള്ള ബോധ്യം KCBക്ക് ഉണ്ടായത്. 3-ാമത്തെ വട്ടം കഴിഞ്ഞപ്പോഴാണ് കണക്കുകൾ കൃത്യമാക്കണം എന്ന് തോന്നിയത്. ഇപ്പോഴും ശരിയായിട്ടല്ല അനുമതി കിട്ടിയിരിക്കുന്നത്. 2012 കാലഹരണപ്പെട്ട അനുമതി 17 വരേക്ക് 5 കൊല്ലത്തേക്ക് നീട്ടി കൊടുത്തിരിക്കുന്നത് വീണ്ടും ഒരു ചർച്ചയോ അന്വേഷണം നടത്തിയിട്ടല്ല. അതിനുശേഷം ചാലക്കുടി പുഴയിലൂടെ കുറേ വെള്ളം ഒഴുകിപ്പോയി, കുറേ കാലം കടന്നുപോയി, ചെലവുകൾ വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എക്കണോമിക് ക്ലിയറൻസ് എവിടെയെന്ന് മറുപടി പറയുമോ KCB? സാധിക്കുകയില്ല, അത് വീണ്ടും എടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാമ്പത്തികമായിട്ടുള്ള കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പരിസ്ഥിതിക്ക് വേണ്ടിയോ പരിസ്ഥിതി എന്നോ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ വളരെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകണം, സമയമില്ല. കൃത്യം അണാപ്പൈ കണക്ക് വെച്ചുകൊണ്ട് ഈ പദ്ധതി ലാഭകരമാണെന്നല്ല, വൻ നഷ്ടമാണെന്നല്ല, ഒരു യൂണിറ്റ് 15 മുതൽ 20 വരെ രൂപ ഇതിൻ്റെ ഭാരം സാധാരണ ജനങ്ങൾ താങ്ങേണ്ടി വരും. അപ്പോൾ പരിസ്ഥിതിവാദം വേണ്ട, മനുഷ്യത്വവാദം മാത്രം എടുത്താൽ മതി. ആദിവാസികളുടെയും അവരുടെ അവകാശം തകർക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. അത് അവസരമുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കാം. അതിലേക്ക് എത്താം. ആ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പദ്ധതി വിജയകരമാവില്ല എന്ന് ആവർത്തിച്ച് ശ്രീ മോഹൻദാസ് പറയുന്ന ഒരു സാഹചര്യം, പരിസ്ഥിതി ഘടകങ്ങൾ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ടാണ് അതിന് മറ്റ് സാഹചര്യങ്ങൾ കൂടി പറയുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ എത്താം. വളരെ ഇവിടെ ശ്രീ മോഹൻദാസ് ചൂണ്ടിക്കാണിച്ചൊരു വിഷയമുണ്ട്. ശ്രീ CP നാരായണൻ 4 തവണ അനുമതി നേടേണ്ടി വന്ന ഒരു സാഹചര്യത്തെയാണ് അദ്ദേഹം പറഞ്ഞത്. 79 ഒരു പക്ഷേ പെരിങ്ങൽകുത്ത് വലതുതര പദ്ധതിക്കൊപ്പം ആലോചിക്കപ്പെട്ട പദ്ധതിയാണിത്. പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യങ്ങളിൽ, പാരിസ്ഥിതിക വിഷയങ്ങളിൽ അടക്കമുള്ള കാര്യങ്ങളിൽ പിഴവുണ്ട പദ്ധതി നടന്നാൽ എന്ന വിഷയമാണോ? അത് കൃത്യമായി നിയമത്തിന് മുമ്പിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ വ്യക്തമാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അല്ല, നമ്മൾ ഈ പാരിസ്ഥിതിക വിഷയങ്ങൾ ഏത് പദ്ധതി നടപ്പാക്കുമ്പോഴും, അത് ജലവൈദ്യുത പദ്ധതിയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റൊട്ടേറെ പദ്ധതിയുടെ ഏത് വികസന പദ്ധതികളാണെങ്കിലും അതിന് ഒരു പാരിസ്ഥിതിക ആഘാത പത്രിക അത് സമർപ്പിക്കണമെന്നും അത് പരിശോധിച്ച് അത് തൃപ്തികരമാണെങ്കിൽ മാത്രമേ പദ്ധതിക്ക് അംഗീകാരം നൽകുള്ളൂ എന്നുള്ള വ്യവസ്ഥ വന്നത് ഒരു 30 വർഷം മുമ്പാണ്. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ഈ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വ്യവസ്ഥ വന്ന ശേഷം പലതും പഠിക്കുമ്പോൾ, നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ചിലത് വരുമ്പോൾ ചില പഠനങ്ങൾ വേണ്ടത്ര തൃപ്തികരമാവില്ല. അത് പഠിക്കാൻ ഏൽപ്പിച്ച ഏജൻസിയുടെ പോരായ്മ ഉണ്ടാവും. ചിലപ്പോൾ
അതിലെ ചില വിശദാംശങ്ങൾ മറ്റാരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ, കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ, കോടതി അതിനെപ്പറ്റി ചോദ്യം ചോദിക്കുമ്പോൾ ഈ ബന്ധപ്പെട്ട കക്ഷികൾക്ക്, അതിപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പലർക്കും, അവർക്ക് തൃപ്തികരമായ ഉത്തരം നൽകാതിരിക്കുമ്പോൾ കോടതി തൽക്കാലത്തേക്ക് ആ പദ്ധതി സ്റ്റേ ചെയ്യും. എന്നിട്ട് വിശദാംശങ്ങൾ പഠിച്ച ശേഷമാണ് ഒന്നുകിൽ അതിന് അംഗീകാരം കൊടുക്കുക, അല്ലെങ്കിൽ അത് നിഷേധിക്കുക. ഇവിടെ ഒരു കാര്യം മോഹൻദാസ് പറയുമ്പോൾ ഒരു കാര്യമുള്ളത്, ഇത് ഈ 3 തവണയും അല്ലെങ്കിൽ 4 തവണ പോയപ്പോൾ 4 തവണയും കോടതി അവസാനം അംഗീകരിച്ചു. അല്ലെങ്കിൽ കോടതിയോ മറ്റെവിടെയോ ഇത് പരാതി പറഞ്ഞിട്ട് അത് തടസ്സവാദം ഉന്നയിച്ചത്, അത് പിന്നീട് തൃപ്തികരമായ വിശദീകരണം നൽകി അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അല്ലെങ്കിൽ വേറെ ചില പദ്ധതികളുണ്ട്, അത് ഒരു കാലത്തും നടപ്പാക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ സൈലൻറ്റ് വാലി പദ്ധതി, ഇങ്ങനെയുള്ള വേറെ പല പദ്ധതികൾ അത് പുനഃപരിശോധനയ്ക്ക് പോലും അർഹമാവുന്നില്ല. ഇവിടെ അത് പുനഃപരിശോധിച്ച് ഇപ്പോൾ അതിന് അനുമതി നൽകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇനി ഇപ്പോൾ വൈദ്യുതി മന്ത്രി പറഞ്ഞതായിട്ട് മോഹൻദാസ് തന്നെ പറഞ്ഞല്ലോ, അത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേൾക്കാം, പരിശോധിക്കാം എന്നാണ്. നമുക്ക് അങ്ങനെ പറയാനേ പറ്റൂ. ഒരു തുറന്ന മനസ്സോടെ ഈ പ്രശ്നങ്ങളെ സമീപിക്കുക. ഇപ്പോൾ ജനങ്ങൾക്കോ ജനങ്ങളിൽ ഏതെങ്കിലും വിഭാഗങ്ങൾക്കോ ഇത്തരം കാര്യങ്ങളെപ്പറ്റി സംശയമുണ്ടെങ്കിൽ, ഉത്കണ്ഠയുണ്ടെങ്കിൽ ആ ഉത്കണ്ഠ തീർത്ത് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് വൈദ്യുതി ഇല്ലാതെ പറ്റില്ല. എൻ്റെ അറിവിൽ പെട്ടോളം 1000 മെഗാവാട്ടെങ്കിലും 1000-2000 മെഗാവാട്ടെങ്കിലും വൈദ്യുതി നമുക്ക് പുതുതായി ആവശ്യമാണ്. ഇപ്പം നമ്മുടെ ആവശ്യത്തിൻ്റെ സിംഹഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ സ്വയം പര്യാപ്തത നമ്മൾ നേടേണ്ടി വരും. നമ്മുടെ വൈദ്യുതിയുടെ ആവശ്യം പലതരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യവസായ രംഗത്ത് നമുക്ക് വലിയ ഫാക്ടറികൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. കാരണം മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഈ വീടുകളിൽ ഉപയോഗത്തിനാണ് മൊത്തം വൈദ്യുതിയുടെ പകുതിയിലേറെ ഉപയോഗിക്കപ്പെടുന്നത്. മഹാരാഷ്ട്ര പോലെയുള്ളൊരു സംസ്ഥാനത്ത് അത് 5-1 6 മാത്രമാണ് ഈ വീടുകളിലെ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതി. കാരണം വലിയ തോതിലുള്ളത് വ്യാവസായിക ആവശ്യങ്ങൾക്കാണ്. നമുക്കതൊന്നും വേണ്ടാത്തത് കൊണ്ട് വൈദ്യുതിയുടെ ആവശ്യം താരതമ്യേന കുറവാണ്. പക്ഷേ എങ്കിലും നമുക്ക് വൈദ്യുതിയുടെ ആവശ്യമുണ്ട്. അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അതിനുള്ള മാർഗ്ഗങ്ങൾ ആരായേണ്ടി വരും. അതിലൊന്നായിട്ടാണ് ഇതിനെ കാണുന്നത്. അതാണ് എനിക്ക് തോന്നിയത്. ശ്രീ സുരേഷ് കുമാർ, പക്ഷേ ഇവിടെ സൂചിപ്പിച്ചത് ശ്രീ മോഹൻദാസ് ചൂണ്ടിക്കാണിച്ചൊരു വിഷയമെന്ന് പറയുന്നത് ആവർത്തിച്ച് ഈ വിധത്തിൽ കാര്യങ്ങളിൽ സംശയത്തിന്റെ നിഴൽ കോടതിക്കുള്ളിൽ പോലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്തി നിൽക്കേണ്ട സാഹചര്യങ്ങളെ കുറിച്ചാണ്. ഒരു പക്ഷേ നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്, TBGRയുടെ അടക്കം ഉള്ള പഠനങ്ങൾ. അത് പക്ഷേ പല ഘട്ടത്തിലും കോടതി ഹൈക്കോടതിന് മുന്നിലെത്തുമ്പോൾ അതിന് തള്ളുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ വരുന്ന ആശങ്കകൾ പരിഹരിക്കുന്ന തരത്തിലേക്ക് ആ പഠനങ്ങളുടെ റിസൾട്ട് എത്താത്തതാണോ ഒരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്? ശ്രീ സുരേഷ് കുമാർ. പഠനത്തെ സംബന്ധിച്ചോ അതിൻ്റെ മെറിറ്റിനെ സംബന്ധിച്ചോ ഹൈക്കോടതി ഒരു കാലഘട്ടത്തിലും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. തികച്ചും സാങ്കേതിക കാരണങ്ങളാലാണ് പദ്ധതിയുടെ അനുമതി ചില കാലഘട്ടങ്ങളിൽ ഇല്ലാതായിട്ടുള്ളത്. ഇപ്പോൾ 1998 ഈ പദ്ധതിക്ക് അനുമതി കിട്ടുന്നത് ഉണ്ടായിരുന്ന ഒരു ഡിസൈൻ അനുസരിച്ചാണ്. ആ ഡിസൈൻ അനുസരിച്ച് പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതു തെളിവെടുപ്പ് നടത്തിയപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് ചില ആശങ്കകൾ ഉയർന്നു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിലനിർത്തുന്ന രൂപത്തിൽ ഇതിൻ്റെ ഡിസൈനിൽ ഒരു മാറ്റം വരുത്തി. ആ മാറ്റം വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയത്. അപ്പം ചിലർ ഹൈക്കോടതിയിൽ പോയി ഈ ഡിസൈനിൽ വരുത്തിയ മാറ്റം പൊതു തെളിവെടുപ്പിൽ വന്നിട്ടില്ല, അതുകൊണ്ട് അതും കൂടി പൊതു തെളിവെടുപ്പിൽ വരണം എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. സ്വാഭാവികമായി ആ കാര്യം കൂടി പൊതു തെളിവെടുപ്പിന്റെ ഭാഗമായി വന്നിട്ടാണ് പിന്നീട് 2005 അനുമതി കിട്ടുന്നത്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ പുറത്താണ് അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായത്. അല്ലാതെ പദ്ധതിയുടെ പരിസ്ഥിതി പഠനത്തെ സംബന്ധിച്ചോ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു കമന്റും ഇതുവരെ ഒരു കോടതിയുടെ മുമ്പാകെയും വന്നിട്ടില്ല. ജയറാം രമേശിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഏകപക്ഷീയമായി ജൽബറാദി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അപേക്ഷയുടെ പുറത്ത് അനുമതി നിഷേധിക്കുന്ന നടപടി 2010 ഉണ്ടായി എന്നതൊഴിച്ചാൽ രൂപത്തിൽ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പരിസ്ഥിതി പഠനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പരിസ്ഥിതി നാശം ഉണ്ടാക്കും എന്നതിന്റെ പേരിലുള്ള ഒരു തടസ്സവും ഈ പദ്ധതിയുമായി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഒരു കോടതിയും ആ നിലയ്ക്ക് ഇടപെട്ടിട്ടുമില്ല. ഇപ്പോഴും ഈ അനുമതി കിട്ടിയിട്ടുള്ളതും ഇപ്പം ചാലക്കുടി പുഴ സംരക്ഷണ സമിതി
നൽകിയിട്ടുള്ള നിരവധി തടസ്സവാദങ്ങളുണ്ട്. ആ തടസ്സവാദങ്ങൾ ഓരോന്നിലും അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ജലലഭ്യത സംബന്ധിച്ച് വലിയ തടസ്സവാദങ്ങൾ ചാലക്കുടി പുഴ സംരക്ഷണ സമിതി ഉന്നയിച്ചു. അത് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സെൻട്രൽ വാട്ടർ കമ്മീഷനെ ചുമതലപ്പെടുത്തി. സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ചാലക്കുടി പുഴയിൽ ഈ പൊരിങ്ങക്കൂത്ത് ജലവൈദ്യുത നിലയത്തിലെ ഉൽപാദനം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നൽകിയ റിപ്പോർട്ട് കൂടി പരിശോധിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയിൽ ഉൽപാദനം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഉൽപാദനം നടത്താനുള്ള വെള്ളം ഉണ്ട് എന്ന റിപ്പോർട്ടിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് 2015 ഇപ്പോൾ പുതുക്കിയിട്ടുള്ള അനുമതി കിട്ടുന്നത്. ആ നിലയ്ക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതിയുടെ വിശദാംശങ്ങളുടെ ഭാഗത്തോ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ ഭാഗത്തോ അല്ല, സാങ്കേതിക പ്രശ്നങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള ചില തടസ്സങ്ങളാണ് ഇക്കാലം അത്രയും പദ്ധതി നീട്ടിക്കൊണ്ടുപോയത്. സുരേഷ് കുമാർ, താങ്കളിലേക്ക് തിരികാം. ശ്രീ മോഹൻദാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില സാങ്കേതിക വിഷയങ്ങളാണ് പല ഘട്ടങ്ങളിലും കോടതിയിലടക്കം ഈ പദ്ധതിക്ക് നേരിട്ടിട്ടുള്ള തിരിച്ചടിയുടെ ഒക്കെ പശ്ചാത്തലം. അതിനും അപ്പുറത്തേക്ക് ആത്യന്തികമായി ഈ പദ്ധതി നടപ്പാക്കാനാവില്ല എന്നൊരു നിലപാട് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അക്കാര്യം കൂടി പരിശോധിക്കണ്ടേ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിന്റെ മറ്റ് ആശങ്കകൾ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുമ്പോൾ? എന്നോടാണോ? യെസ്, താങ്കളോടാണ് ശ്രീ മോഹൻദാസ്. എന്നോടാണോ ചോദിച്ചത്? എന്നോടാണോ ചോദിച്ചത്? ശ്രീ മോഹൻദാസ്, താങ്കളോട് തന്നെയാണ്. ഹലോ, താങ്കൾക്ക് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ചോദ്യത്തിന്റെ പകുതി ഭാഗവും അദ്ദേഹം സംസാരിച്ചിരുന്നത് കാരണം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും ഞാൻ ഊഹിച്ചുകൊണ്ട് എനിക്ക് അതിന് മറുപടി പറയാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് പ്രതികരിക്കാൻ സാധിക്കും. ഉദ്ദേശിക്കുന്നു അതായത് ഹൈക്കോടതിയുടെ ഇടപെടലുകളിൽ ഈ മെറിറ്റ് കേസിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയുടെ കാര്യത്തിൽ പദ്ധതിയുടെ മെറിറ്റിലേക്ക് ഹൈക്കോടതി കടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ്. അങ്ങനെ ഹൈക്കോടതിക്ക് കടക്കണമെങ്കിൽ അതിനു വേണ്ട നടപടിക്രമങ്ങൾ പാലിക്കണമായിരുന്നു. നടപടിക്രമം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ആഘാത പഠനം നടത്തുക, അതിൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക, അതിനുശേഷം അത് പൊതു തെളിവെടുപ്പിന് വിധേയമാക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെയാണ് അനുമതിക്ക് പോയതെന്നുള്ളതുകൊണ്ടാണ് 2 വട്ടം തള്ളിക്കളഞ്ഞത്. ഇനി മെറിറ്റിലേക്ക് കടക്കുന്ന വിഷയത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് CWC ജലത്തിൻ്റെ ലഭ്യതയെക്കുറിച്ചാണ് പഠിച്ച് KSEBയുടെ കണക്ക് ശരിയാണെന്ന് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പര്യാപ്തതയെക്കുറിച്ചല്ല. ഇത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സാങ്കേതിക വിഷയമല്ല. പക്ഷേ എന്നെ കൊണ്ട് പറയിപ്പിച്ച അദ്ദേഹത്തിന് വളരെ കൃത്യമായി അറിയാം. ജലം എത്ര ലഭ്യമാണ് എന്നതിനെക്കുറിച്ച് KSEB കൊടുത്ത കണക്ക് ശരിയാണെന്ന് CWC അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങളും അതിൽ വലിയ വ്യത്യാസം പറഞ്ഞിട്ടില്ല. പക്ഷേ ആ വെള്ളം ഈ 121 മെഗാവാട്ട് വരുന്ന പ്രൊജക്റ്റിന് വേണ്ടി, ഇത്രയും വലിയൊരു പദ്ധതിക്ക് വേണ്ടി പര്യാപ്തമാണോ എന്നിടത്താണ് ഡിസ്പ്യൂട്ട് കിടക്കുന്നത്. ആ ഡിസ്പ്യൂട്ട് ഒരു സ്ഥലത്തും ചർച്ച ചെയ്തിട്ടില്ല. അത് തുറന്ന് ചർച്ച ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ മന്ത്രി വിളിക്കാൻ പോകുന്ന യോഗത്തിൽ സന്നദ്ധമാവുകയാണെങ്കിൽ പര്യാപ്തമല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. തികച്ചും ഇല്ലാത്ത, അതായത് ഇല്ലാത്ത വെള്ളം കൊണ്ട് കിട്ടാത്ത വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടാത്ത പദ്ധതി കൊണ്ടുവരുന്നതാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. രണ്ടാമത്, ഇപ്പോൾ ഈ കൊടുക്കുന്നതിന് ഈ അനുമതി കിട്ടിയതിന് ശേഷം അനുമതി കിട്ടുന്ന സമയത്ത് തന്നെ ഉള്ളതാണ് വനാവകാശ നിയമം. അങ്ങനെ നിയമത്തെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ KSEBയും സർക്കാരും. ആ വനാവകാശ നിയമപ്രകാരം കേരളത്തിലാകെ ഒരു വനപ്രദേശത്ത് 9 ഊരുകൂട്ടങ്ങൾക്കായിട്ട് 400 സ്ക്വയർ കിലോമീറ്റർ ഏരിയ അവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്, തിരിച്ചു നൽകിയിട്ടുണ്ട്. അവിടെ ഒരു പദ്ധതി വരുമ്പോൾ ഈ ഊരുകൂട്ടങ്ങൾ അതിനെ അംഗീകരിക്കണമെന്നുണ്ട്. അത് ചെയ്തിട്ടില്ല. അടുത്തത്, പരിഹാരങ്ങളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്തവണ കേരളത്തിൽ കൊടുത്ത എത്രയോ കടുത്ത വേനലാണ് ഉണ്ടായത്. ഇലക്ഷൻ്റെ ചൂടിൻ്റെ ഒപ്പം ആയതുകൊണ്ട് ആ വേനലിൻ്റെ ചൂട് നമ്മൾ അറിയാതെ പോയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ആ വേനലിനിടയ്ക്ക് പോലും ഉള്ള പച്ചപ്പിനെയും കൂടി നിലനിർത്തണമെന്നുള്ള ആഗ്രഹം വെച്ച് പുലർത്തുന്നതാണ്. അതിന് അനുകൂലമായിട്ടാണ് ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ ജയിച്ച ജനങ്ങൾ ജയിപ്പിച്ച ഇടതുപക്ഷ മുന്നണി ഒരു മാനിഫെസ്റ്റോ കാണിക്കുന്നത്. എന്തെന്ന്? പരിസ്ഥിതിയെ നിലനിർത്തണം, ഹരിതാഭയെ നിലനിർത്തണം എന്നുള്ളത്. അത് വന്നതിന് ശേഷം ഇത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു നീക്കം, ഇങ്ങനൊരു ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വരിക എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ്.
ഞങ്ങളെ അത് വിഷമിപ്പിക്കുന്നില്ല. ഞങ്ങളൊക്കെയും ഇടതുപക്ഷം. പക്ഷേ ശ്രീ മോഹൻദാസ്, അവിടെയല്ലേ മുഖ്യമന്ത്രി ആയാലും ഇതിപ്പോൾ വൈദ്യുതി മന്ത്രി പറയുന്നുണ്ട് ഏതായാലും ഒരു സൗഹാർദ്ദപരമായ ചർച്ച, തുറന്ന ചർച്ച നടത്തേണ്ടതുണ്ടെന്ന്. പക്ഷെ മുഖ്യമന്ത്രി ആയാലും പറഞ്ഞൊരു വിഷയമുണ്ട്, പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ പദ്ധതി നടപ്പാക്കുന്നതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന്. അത്തരമൊരു സാധ്യതകൾ ഉണ്ടെങ്കിൽ, അത്തരമൊരു പഠനത്തിന്റെ ഒക്കെ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, എങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൂടെ? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ ഇത് വളരെ ആശ്വാസവും സന്തോഷവും പകരുന്നതാണ് ഈ വാക്ക് എന്ന് പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു അവസരം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാനാണോ സംസാരിക്കേണ്ടത്? ഹലോ, തീർച്ചയായും ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഞങ്ങൾ കൃത്യമായി അതിനെ സന്തോഷത്തോടും ആശ്വാസത്തോടും കൂടിയാണ് അതിനെ കാണുന്നതെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ചർച്ച ഉണ്ടാകുമ്പോൾ പരിസ്ഥിതിക്ക് വരുന്ന ദോഷം മാത്രമല്ല, ഇത് KSEBക്ക് വരുന്ന ദോഷം കൂടി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. KSEBയെ കടക്കണിയിൽ താഴ്ത്തുകയാണ് ഈ നഷ്ടം വരുന്നത്. ഒരു യൂണിറ്റിന് 15 മുതൽ 20 രൂപ വരെ ചാർജ് ചെയ്യേണ്ടി വരും ഈ പദ്ധതി നടത്തായാൽ. അത് ജനങ്ങളുടെ മേത്ത് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലോ, KSEB ഏറ്റെടുക്കേണ്ടി വരും. അതേ സമയത്ത് അത്രയും പണത്തിന് തന്നെ സോളാറിൽ നിന്ന് ഇപ്പോൾ 5-6 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ട് ഈ മുടക്കുന്ന പണം സോളാറിൽ നിക്ഷേപിച്ചാൽ, അത് സോളാർ എന്നുള്ള വാക്ക് തന്നെ കേരളത്തിൽ അശ്ലീലമായി പോയല്ലോ, അത് നമ്മുടെ ദൗർഭാഗ്യം. പക്ഷെ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ലോ. സോളാർ അടക്കമുള്ള വിഷയങ്ങളുടെ സാധ്യത ഉപയോഗപ്പെടുത്താൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് എന്നതുകൂടിയാണ് പരിശോധിക്കപ്പെടേണ്ടത്. അതിനപ്പുറത്തേക്ക് ആ പദ്ധതി വിജയകരമാവില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നതിന്റെ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടത്. ശ്രീ CP നാരായണൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചൊരു സുപ്രധാനമായ വിഷയമുണ്ട് ശ്രീ മോഹൻദാസ്. ഇതിങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നാൽ അത് പരാജയമായിരിക്കും. കാരണം ഈ പറയുന്നത് പോലെ വലിയൊരു പ്രോജക്റ്റിനുള്ള ഒരു ജല ലഭ്യത അവിടെ ഇല്ല, അല്ലെങ്കിൽ ജലം അവിടെ ഇല്ല. ഒപ്പം തന്നെ KSEBക്ക് അത് വലിയൊരു ബാധ്യതയായി തീരും തുടങ്ങിയതുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇനി ഒരുപക്ഷെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഫേസ് ചെയ്യാനിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടിയായിരിക്കും ഇത്. ഈ വാദഗതികൾ എത്രത്തോളം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നോക്കി അതിൻ്റെ ഒരു വസ്തുതയൊക്കെ പരിശോധിച്ചാൽ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ഞാൻ ആദ്യം പറയണ്ടായി, ഇത് മറ്റ് നദികളിൽ ആദ്യമായിട്ട് ഒരു അണകെട്ടി വൈദ്യുതി ഉണ്ടാക്കുന്നത് പോലെയല്ല. ചാലക്കുടി പുഴയുടെ ഏറ്റവും ഉത്ഭവസ്ഥാനത്തിനടുത്ത് പെരിങ്ങൽകുത്ത് വന്നിട്ടുണ്ട്. അവിടെ നിന്നുള്ള വെള്ളം ഒഴുകി വരികയാണ്. അപ്പോൾ ആ വെള്ളം വീണ്ടും ഉപയോഗിക്കാനാണ് ഇത്. പള്ളിവാസൽ, ചെങ്കുളം, മൂഴിയാർ അവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒരേ നദിയിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതാ മറ്റേ ഭൂമിയുടെ ചരിവ് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ള ശ്രമം അതാണ് ചാലക്കുടി പുഴയിൽ നടക്കുന്നത്. അതിരപ്പള്ളി പദ്ധതിയുടെ പ്രസക്തി അതാണ്. മോഹൻദാസ് പറഞ്ഞ ഒരു കാര്യം, അതായത് അതിന് 15 രൂപയാവുന്നൊക്കെ, എനിക്കത് മനസ്സിലാകാത്തൊരു കാര്യം. ഇതൊക്കെ നോക്കാൻ ഉത്തരവാദപ്പെട്ട ആൾക്കാരുണ്ട്, സമിതികളുണ്ട്. കേരളത്തിൽ തന്നെ ഒരു ജലവൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ ഇലക്ട്രിസിറ്റി ബോർഡ് ഉണ്ടാക്കുന്ന കണക്കുകൾ, അവരുണ്ടാക്കുന്ന പുതിയ പദ്ധതിക്ക് ഉണ്ടാക്കുന്ന കണക്കുകളൊക്കെ അവർ പരിശോധിക്കണം. ഇതേപോലെ കേന്ദ്രത്തിൽ ഇലക്ട്രിസിറ്റി കമ്മീഷനുണ്ട്. അവരൊക്കെ പരിശോധിച്ചിട്ടാണ് വൈദ്യുതി ബോർഡുകൾ ഉണ്ടാക്കുന്ന പദ്ധതികൾ അതിൻ്റെ സാമ്പത്തികമായ സുസ്ഥിരത എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ അവർ പരിശോധിക്കും. അതിൻ്റെ ക്ലിയറൻസ് കിട്ടിയ ശേഷമേ ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യം എനിക്ക് തോന്നുന്നത് മോഹൻദാസിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഈ കാര്യത്തിൽ എൻ്റെ വളരെ വിനീതമായിട്ട് പറഞ്ഞാൽ അവരത് വേണ്ടത്ര ഈ പരിരക്ഷകൾ ഈ വ്യവസ്ഥയിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ ഉണ്ടാക്കിയത് കാണാതെയാണ് അവർ പറയുന്നത്. എനിക്ക് സംശയമുണ്ട്. ശ്രീ സുരേഷ് കുമാർ, ഒരു ഭാഗത്ത് വനാവകാശ നിയമം അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ചില സാങ്കേതിക കാര്യങ്ങൾ ഇവിടെ ശ്രീ മോഹൻദാസ് സൂചിപ്പിച്ചതിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. അതായത് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ സാധിക്കില്ല, അതിനുള്ള ജലലഭ്യത അവിടെ ഇല്ല. ഒപ്പം തന്നെ അങ്ങനെ നടപ്പാക്കിയാൽ തന്നെ അത് KSEBക്ക് വലിയൊരു ബാധ്യത. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 15 മുതൽ 20 രൂപ വരെ ഒരു യൂണിറ്റിന് ചാർജ് ചെയ്യുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമെന്ന് പറയുന്ന ചില സാങ്കേതിക വിഷയങ്ങൾ, ഇതിലൊക്കെ ഉള്ള ഒരു വിഷയം സാങ്കേതികപരമായ ഒരു പരിഹാരം എന്താണ്, അല്ലെങ്കിൽ അതിന് മറുപടിയായി പറയാനുള്ളത് എന്താ ശ്രീ സുരേഷ് കുമാർ? ഒന്ന്, വനം പരിസ്ഥിതി മന്ത്രാലയം ഈ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുള്ളത്
വനാവകാശ നിയമം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ്. വനാവകാശ നിയമം എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഉണ്ടായതല്ല, കഴിഞ്ഞ ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ നിയമമാണ്. ഒന്നാം യു പി എ സർക്കാരിന് ശേഷമാണ് ജയറാം രമേശിൻ്റെ കാലഘട്ടത്തിൽ ഇതിന് അനുമതി നിഷേധിച്ചതും അതിനുശേഷം പരിശോധിക്കപ്പെട്ടതും. വനാവകാശ നിയമം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുള്ളത്. അവിടെ ഒരൊറ്റ ആദിവാസി കുടുംബവും ഈ പദ്ധതിക്ക് വേണ്ടി ഡിസ്പ്ലേസ് ചെയ്യപ്പെടേണ്ടതില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടാതിരിക്കുമ്പോൾ തന്നെ പദ്ധതിയുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന, അതായത് KSEBയുടെ നിലവിലുള്ള പെരിങ്ങൽകൂത്ത് പദ്ധതിയുടെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളുടെ അവരുടെ ലൈവ്ലിഹുഡ് മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിക്ക് ആവശ്യമായ പണം ഇപ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിക്ക് അടച്ച് അവരുടെ അനുമതി കൂടി നേടിക്കൊണ്ടാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ആ നിലയ്ക്ക് വനാവകാശ നിയമത്തിൻ്റെതൊന്നും ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രസക്തമായ വിഷയമല്ല എന്നുള്ളത് മോഹൻദാസിന് അറിയുന്നതാണ്. പക്ഷെ അദ്ദേഹം അത് പറയാൻ തയ്യാറാവാത്തതാണ്. പിന്നെ പദ്ധതിയുടെ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 15 രൂപ വേണം, 20 രൂപ വേണം എന്നുള്ള കണക്ക്. ഏകദേശം 300 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് ഒരു വർഷം ഈ പദ്ധതിയിൽ നിന്ന് ശരാശരി കിട്ടുക എന്ന് പറഞ്ഞാൽ 30 കോടി യൂണിറ്റ്. 15 രൂപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്രയാ? 30 കോടി യൂണിറ്റിന് 15 രൂപ വെച്ച് എന്ന് പറഞ്ഞാൽ ഒരു വർഷം 450 കോടി രൂപയുടെ വൈദ്യുതി എന്നല്ലേ പറയുന്നതിന് അർത്ഥം? ആ പദ്ധതിക്ക് മൊത്തം വേണ്ടി വരുന്ന ചെലവ് പദ്ധതി വിഭാവനം ചെയ്യുന്ന സമയത്ത് 350 കോടി രൂപയായിരുന്നു. അത് പിന്നീട് 2007 ആയപ്പോൾ റീവർക്ക് ചെയ്തപ്പോൾ 754 കോടി രൂപയായി. ഇപ്പം അത് 1000 കോടിക്ക് മുകളിലായിട്ടുണ്ട്. ശരിയാണ്, പദ്ധതിയുടെ കോസ്റ്റ് ഓരോ വർഷം കൂടുന്തോറും കൂടി വന്നിട്ടുണ്ട്. പക്ഷെ 1000 കോടി രൂപ മുതൽ മുടക്കിയാലും 25 കൊല്ലം നിലനിൽക്കുന്ന, ഏറ്റവും കുറഞ്ഞ 25 കൊല്ലം, ഇടുക്കി പദ്ധതി 1976 ഉണ്ടാക്കിയത് ഇപ്പോൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 25 കൊല്ലമെങ്കിലും നിലനിൽക്കും എന്ന കണക്ക് വെച്ചാൽ പോലും ഒരു 3 രൂപ 4 രൂപയ്ക്ക് പരമാവധി വില കിട്ടുന്ന പദ്ധതിയാണ് ഇത്. ഇത് വളരെ കൃത്യമായി ടെക്നോ എക്കണോമിക് ക്ലിയറൻസിന്റെ ഭാഗമായി ഇലക്ട്രിസിറ്റി ബോർഡ് കണക്കുകൾ സമർപ്പിച്ചിട്ടുള്ളതും ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇതിന്റെ DPR ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിലുണ്ട്. ഇതിന്റെ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയതിന്റെ റിപ്പോർട്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിലുണ്ട്. ആർക്കും അത് പരിശോധിക്കാവുന്നതാണ്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്, അത് വിശദീകരിക്കാവുന്നതാണ്. ഈ തരത്തിലുള്ള ചർച്ചകൾ ഇവിടെ വലിയൊരു വൈദ്യുത പ്രതിസന്ധിയിൽ സംസ്ഥാനം നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. പെരിങ്ങൽകുത്ത് ഒരു ഉദാഹരണമായി നിൽക്കുന്നുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സോളാറിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഇന്ത്യക്ക് പോലും, മീൻസ് ദേശീയ തലത്തിൽ പോലും നമുക്ക് അതിനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ളൊരു സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ വിധത്തിലുള്ള ഉദാഹരണങ്ങൾ പോലും നമുക്ക് എടുത്തു കാട്ടാനില്ല. ഈ പശ്ചാത്തലത്തിൽ ചൈന പോലെയുള്ള രാജ്യങ്ങൾ അങ്ങേയറ്റം ജലത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികൾ വളരെ സജീവമായി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്താതെ ഇത്തരം നൂലാമാലകളിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നതിലെ ഒരു ഔചിത്യ പ്രശ്നം ഇല്ലേ? അത്തരം സാഹചര്യങ്ങളിൽ കൂടിയാണ് വീണ്ടും സജീവ ചർച്ചയായി അതിരപ്പള്ളി എത്തുന്നത്. ശ്രീ മോഹൻദാസ്, ഉള്ള സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നതിന് ഒരാളും എതിർപ്പല്ല. അതിന് വെള്ളം ഇല്ല എന്നുള്ളതാണ്. ഇല്ലാത്ത വെള്ളം കൊണ്ട് എങ്ങനെയാണ് കിട്ടാത്ത വൈദ്യുതി എന്നാണ് ചോദ്യം. അങ്ങനെ മോഹഭംഗം ഉണ്ടാക്കരുത്. നേരത്തെ മാന്യ സുഹൃത്ത് ഒരു കാര്യം ഞാൻ അറിഞ്ഞു വെച്ചുകൊണ്ട് സമ്മതിക്കാതിരിക്കലാണെന്ന് പറഞ്ഞു, വനാവകാശ നിയമത്തെ പറ്റിയിട്ട്. വനാവകാശ നിയമപ്രകാരം പ്രത്യേക ട്രൈബൽ അവകാശം കൊടുത്താൽ അവരെ മാറ്റി താമസിപ്പിക്കുക എന്നുള്ള ഔദാര്യമല്ല. അങ്ങനെ മാറ്റി താമസിപ്പിച്ച് ഈ അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കിയതിൻ്റെ ചരിത്രം KSEBയുടെ ഫയലുകളിൽ കിട്ടും. ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാൻ പറയട്ടെ ഇല്ല എന്നാ പറഞ്ഞത്, അല്ലാതെ മാറ്റി താമസിപ്പിക്കാൻ പോയിട്ട് നിങ്ങൾക്കവിടെ കാലുകുത്താനുള്ള അവകാശം ഇല്ല എന്നാണ് വനാവകാശ നിയമം പറഞ്ഞത്. അവരുടെ അനുവാദം ഇല്ലാതെ നിങ്ങൾക്കവിടെ കാലുകുത്താൻ അവകാശം ഇല്ലാത്തടത്ത് മാറ്റി താമസിപ്പിക്കാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിയരുത്. പൂർണ്ണമായ ഒരു ചർച്ച പൂർത്തിയാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും കൂടി നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. വളരെ നന്ദി ഏതായാലും ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച ശ്രീ CP നാരായണനൊപ്പം തന്നെ ശ്രീ MG സുരേഷ് കുമാർ, ശ്രീ മോഹൻദാസ് M. ചർച്ചയിൽ ഏതായാലും വലിയൊരു വൈദ്യുത പ്രതിസന്ധി കേരളം നേരിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും പുതിയ സർക്കാരിൻ്റെ മുമ്പിലേക്ക് അതിരപ്പള്ളി പദ്ധതിയുടെ സാഹചര്യങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നത്. ഒരുപക്ഷെ 79 മുതൽ വരുന്ന സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ വീണ്ടും ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും പരിസ്ഥിതി പ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ മറുഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വരുന്നത്
സ്വാഭാവികമാണ്. എന്നാലും അത്തരം ചർച്ചകൾക്കൊക്കെ വലിയൊരു സ്പേസ് ഒരുക്കിക്കൊണ്ടുകൂടിയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് വൈദ്യുതി മന്ത്രി അടക്കം ഉറപ്പ് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്താകും ഇനി സർക്കാർ എടുക്കുന്ന നിലപാട്, കാര്യങ്ങൾ എന്ന് കണ്ടു തന്നെ അറിയാം.